നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഈ കല്യാണം ഹർഷനങ്ങൾ മുടക്കിക്കോളും. ഇല്ലെങ്കിൽ ഹർഷനങ്ങൾ നമ്മളെ മുമ്പിൽ വന്ന് ചാടേണ്ട കാര്യമില്ലല്ലോ. അതെ, ഹർഷനങ്ങളുടെ കാറിൽ നമ്മൾ കേറിയപ്പോഴേ ഞാൻ വിചാരിച്ചതാ ഈ കല്യാണം മുടങ്ങുന്നു. കുഞ്ഞിച്ചി, കുഞ്ഞേച്ചി, ഞാൻ ഒറ്റയ്ക്ക് പോണമെന്നാണോ കുഞ്ഞേച്ചി പറയുന്നത്? ഞാൻ പോകുന്നത് കുട്ടികളുടെ അടുത്തേക്കാ. അവരെയും കൊണ്ട് ഞാൻ അങ്ങോട്ട് വരൂ. അല്ല കുഞ്ഞേച്ചി, കുട്ടികളെ ആരെങ്കിലും തിരക്കിയാലോ? ഈ കല്യാണ തിരക്കിനിടയിൽ അതൊന്നും ആരും ശ്രദ്ധിക്കില്ല. ഇനി ആരെങ്കിലും ചോദിച്ചാൽ തന്നെ അവിടെ എവിടെയെങ്കിലും ഉണ്ടാവുമെന്ന് പറഞ്ഞാൽ മതി. നോക്ക്, അത് കല്യാണ വീട്. എന്റെ ആക്സിഡന്റിന്റെ കാര്യമൊന്നും ആരോടും പറയാൻ നിൽക്കണ്ട. അല്ല, മുഹൂർത്തത്തിന് മുമ്പ് കുഞ്ഞേച്ചി എത്തില്ലേ? അതിനല്ലേ ഞാൻ ഈ കഷ്ടപ്പാടൊക്കെ സഹിക്കുന്നത്. സമയം നമുക്ക് കുറവാ, തരണം ചെയ്യേണ്ട കടമ്പകൾ കൂടുതലും. എങ്ങനെ എത്തുമെന്നോ ഏതൊക്കെ രീതിയിൽ ഇത് അവസാനിപ്പിക്കാൻ പറ്റുമെന്നോ ഒരു ഐഡിയ ഇല്ല. പക്ഷെ ഒരു കാര്യം ഞാൻ തീർത്ത് പറയാം. വിവാഹ പന്തലിൽ വിഷ്ണുവേട്ടൻ കാർത്തികയുടെ കഴുത്തിൽ താലി കെട്ടുന്നതിന് മുമ്പ് ഹർഷനെയും കൊണ്ട് ഞാൻ അവിടെ എത്തിയിരിക്കും. ഈ ഒരു ഉറപ്പ് പപ്പിയും സത്യയും എന്നെ ഫോണിൽ വിളിക്കുന്നതുവരെ എനിക്കില്ലായിരുന്നു. ഇത്തിരി ഇല്ലാത്തവരെ കൊണ്ട് ഇത്രയും ചെയ്യാൻ സാധിക്കുമെങ്കിൽ ഇത്രയും പോകുന്ന എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കാണിക്കണ്ടേ? അത് ഞാൻ ചെയ്ത് കാണിച്ചിരിക്കും. നീ ചെല്ല. രാമേട്ട, കളക്ടറുടെ വാഹനമാണ്. അത് ഓടിക്കുന്നതിന് അതിൻ്റെതായ മാന്യതയുണ്ട്. അതൊന്നും നമ്മളിപ്പോ തുടങ്ങാൻ പോകുന്ന യാത്രക്കില്ല. ഏതാണ്ട് ഒരു 15 മിനിറ്റ് മുമ്പ് കടന്നുപോയൊരു വാഹനം പിടിക്കണം. പോയ വാഹനത്തിന്റെ ലൊക്കേഷൻ ഞാൻ തരാം. എന്താ രാമേട്ട, നമുക്കൊന്ന് ശ്രമിച്ചാലോ? മാഡം ധൈര്യമായിട്ടിരിക്കണം. മാഡം കണക്കൂട്ടുന്നതിന് 5 മിനിറ്റ് മുമ്പ് ഞാൻ സ്ഥലത്ത് എത്തിച്ചേരാം. അഞ്ചെട്ട് പേര് ഓഡിറ്റോറിയത്തിന് ചുറ്റും കാവലുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാനൊരു പൂച്ചാണ്ടികളെ ഇവിടെ കണ്ടില്ലല്ലോ ഡേവിഡെ. അല്ല, ഈ 5-8 പേരെന്ന് പറഞ്ഞത് ഒരോളത്തിനങ്ങ് പറഞ്ഞതായിരിക്കും അല്ലേ? ഓളവും പരപ്പും പുഴയൊന്നും ഞങ്ങൾക്കറിയില്ല. പക്ഷേ പറഞ്ഞ പോലെ 8 പേരും വന്ന് പറഞ്ഞ പണി എടുത്തു തുടങ്ങിയിട്ടുണ്ട്. മണ്ഡപത്തിലേക്ക് കയറുന്നവരെ സ്കാൻ ചെയ്ത് വിടുന്നതേ ദേ ലവനാ. അവന്റെ കണ്ണിന്റെ പവർ 4K ക്യാമറയ്ക്ക് പോലും കിട്ടില്ല. അതാ അങ്ങോട്ട് നോക്കണം മേഡം. അവന്റെ കയ്യിൽ ടൂളും ഉണ്ട്. എമർജൻസിയായി എന്തെങ്കിലും വന്നാ അവനുണ്ടാകും മുന്നിൽ. ഇതുപോലെ ഓഡിറ്റോറിയത്തിന്റെ ഓരോ ഭാഗത്തും ഓരോരുത്തർ നിൽപ്പുണ്ട്. അടിക്കടി വെട്ടിന് വെട്ട. ഏത് ഐറ്റം വേണമെങ്കിലും അവസരത്തിനൊത്ത് പെരുമാറും. അതിനുള്ള പരിശീലനം സിദ്ധിച്ചിട്ടുള്ളവരെയാ ഇന്നിവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. നിങ്ങൾ നേരിടേണ്ടതും തടയേണ്ടതും നിസ്സാരക്കാരിയല്ല, ജില്ലാ കളക്ടറെയാ. ആ ഓർമ്മ ഉണ്ടാവണം. ഞങ്ങൾക്കെല്ലാം ഒരുപോലെ. കാശ് തരുന്നവർ പറയുന്നത് എന്താണോ അത് ചെയ്യും. ശത്രുവിന്റെ വലിപ്പം നോക്കി ഭയക്കാനും പിന്മാറാനും ഞങ്ങളെ കിട്ടില്ല. കൊല്ലാൻ പറഞ്ഞാൽ കൊല്ലും. ഇവിടെ ഇപ്പൊ കൊല്ലാൻ പറയാത്തത് കൊണ്ട് തടയും. പിന്നെ തടയുമ്പോ കലിപ്പ് കാണിച്ചാ ഞങ്ങളും കലിക്കും. അവിടെ കളക്ടറാണോ ചീഫ് സെക്രട്ടറി ആണോ എന്നൊന്നും കയ്യിലിരിക്കുന്ന ആയുധത്തിന് നോക്കേണ്ട കാര്യമില്ലല്ലോ. പൂളേണ്ടി വന്നാ പൂളും. കയ്യിലിനി എത്ര ബോംബുണ്ടടാ? ആവശ്യത്തിനുണ്ട്. അതാ സാംസണും ഗിൽസനും കൊടുക്കുക. അവരെ കലവറയുടെ ഭാഗത്ത് കാണും. ശരി. ആളുകളെ പരിഭ്രാന്തരാക്കി രക്ഷപ്പെടാനുള്ള സ്വയരക്ഷാ ബോംബുകളാ. ശക്തിയായി താഴേക്കിട്ടാൽ ഇട്ട ഭാഗം മുതൽ കത്തും. മുഖത്തേക്ക് എറിഞ്ഞാൽ മുഖം കത്തും. അതുകൊണ്ട് ധൈര്യമായിട്ട് കല്യാണം നടത്താം. മുടക്കാനായി ഒരു മുയൽ കുഞ്ഞിനെ പോലും ഞങ്ങൾ അകത്തേക്ക് വിടില്ല. മുയൽ കുഞ്ഞെന്നൊക്കെ പറഞ്ഞ് സിംഹക്കുട്ടിയെ കൊച്ചാക്കലിടേവിടെ. ഇത് കുറുക്കന് ജനിച്ച സിംഹക്കുട്ടിയാ. കൗശലം അതുകൊണ്ട് തന്നെ അല്പം കൂടും. പുലിമടയിലേക്ക് കയറുമ്പോ ഏത് സിംഹക്കുട്ടിയൊന്ന് ഭയക്കും. ഇല്ലെങ്കിൽ ഞങ്ങൾ ഭയപ്പെടുത്തും. ഓഡിറ്റോറിയം അടഞ്ഞിരിക്കുന്നത് ഡേവിഡും പിള്ളേരുവാ. ഒരു ടെൻഷനും വേണ്ട. ഫോട്ടോ മൊബൈലിലേക്ക് അയച്ചിട്ടുണ്ട്. ശാലിനി മണ്ഡപത്തിനകത്തേക്ക് കടക്കാതെ നോക്കണം.
അതാണ് നിങ്ങൾക്കുള്ള ഡ്യൂട്ടി. ഏറ്റു. ഇതേ ഡേവിഡിന്റെ പത്മവ്യൂഹമാ. ഇത് മുറിച്ചകത്ത് കിടക്കുവാൻ സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാന് പോലും കഴിയില്ല. പിന്നെ ഒരു കളക്ടർ. വാ, തടയാൻ വാ. ഡേവിഡ് ആരാണെന്ന് നീ അറിയും. ഈ ലൊക്കേഷൻ കാണിക്കുന്നത് കുരിശുപള്ളിക്ക് സമീപമാണല്ലോ രാമേട്ട. നമ്മള് പോകുന്നത് ആ റൂട്ട് തന്നെ മാഡം. ഒന്ന് ശ്രദ്ധിച്ചേക്കണേ രാമേട്ട. ഒരു തിരിച്ചു വരവിനോ കുറച്ചു സമയം അധികം ഓടാനോ നമുക്കിപ്പോ സാധിക്കില്ല. അത്തരം ഒരു സിറ്റുവേഷനിലൂടെ നമ്മളിപ്പോ പൊക്കോണ്ടിരിക്കുന്നത്. എനിക്കറിയാം മോളെ. ആ ഒരു മുൻവിധിയോട് കൂടി തന്നെയാ ഞാൻ വണ്ടി ഓടിക്കുന്നത്. ഈ പറഞ്ഞ സ്ഥലത്തേക്കുള്ള ഒരു ഷോർട്ട് കട്ടാ ഇത്. നമുക്ക് ഇതിലേ പോയാലോ? ആ, തീർച്ചയായിട്ടും. ശരി മോളെ. കൃഷ്ണ രക്ഷിക്കണേ, ഈ കല്യാണം മുടക്കണേ. പപ്പി എന്തോ പറയുന്നുണ്ടല്ലോ. ഞാൻ പറയല്ല സത്യ, പ്രാർത്ഥിക്കുക. എത്രയും പെട്ടെന്ന് നമ്മുടെ അടുത്തേക്ക് ചേച്ചിയമ്മ എത്തിക്കണമെന്ന്. എന്നാലല്ലേ അർച്ചനങ്ങളെയും കൊണ്ടുചെന്ന് കല്യാണം മുടക്കാൻ പറ്റൂ. നമുക്ക് എത്താൻ പറ്റൂ സത്യ? പറ്റും. അതിനാണല്ലോ നമ്മൾ ഈ കഷ്ടപ്പാടൊക്കെ സഹിക്കുന്നത്. ബിഗ് ഫ്രണ്ട് ഇപ്പൊ വല്ലാത്ത സങ്കടത്തിലായിരിക്കുമല്ലേ? ശരിയാ, ഞാനുണ്ടായിരുന്നെങ്കിൽ എന്തെങ്കിലും പറഞ്ഞ് ആശ്വസിപ്പിക്കായിരുന്നു. ഇതിപ്പോ എവിടെ എത്തിക്കാണും? ഒരുപാട് ദൂരം പോന്നിട്ടുണ്ടാവില്ലേ? എത്ര ദൂരം പോന്നാലും ഹർഷണങ്ങളെയും കൊണ്ടേ നമ്മൾ പോളൂ. എന്റെ പേടി അതല്ല പപ്പി. അമ്മ തലയിൽ മുറിയും വെച്ചോണ്ട് വേണ്ടി വരാൻ. എവിടെയെങ്കിലും ഒന്ന് മുട്ടിയാ അമ്മയ്ക്ക് വേദനിക്കില്ലേ? ചോരയും വരും. അതൊക്കെ സത്യയിടുമ്പോ നോയിക്കോളും. അതിനേക്കാളും വലിയ കാര്യമല്ലേ ഇപ്പൊ ഇവിടെ നടക്കാൻ പോകുന്നത്. ആ കാർത്തിയാൻറ്റിയായിട്ടുള്ള കല്യാണം നടന്ന വിഷ്ണുച്ചന്റെ കാര്യവും പോക്ക, നമ്മുടെ കാര്യവും പോക്ക. അങ്ങനെയൊന്നും ഉണ്ടാവില്ല പപ്പി. ഈ കല്യാണം ഹർഷനങ്ങൾ മുടക്കിക്കോളും. ഇല്ലെങ്കിൽ ഹർഷനങ്ങൾ നമ്മളെ മുമ്പിൽ വന്ന് ചാടേണ്ട കാര്യമില്ലല്ലോ. അതെ, ഹർഷനങ്ങളുടെ കാറിൽ നമ്മൾ കയറിയപ്പോഴേ ഞാൻ വിചാരിച്ചതാ ഈ കല്യാണം മുടങ്ങുമെന്ന്. അതെ, സ്വപ്നങ്ങളിലൊക്കെ അവിടെ നിൽക്കട്ടെ. ആദ്യ സമയത്തിന് അവിടെ എത്താൻ പറ്റുമോ നോക്കട്ടെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.